All right. Good morning, everyone. Good morning. So, ഞങ്ങള് പാരീസിൽ നിന്നും സ്വിറ്റ്സർലൻഡിലേക്ക് യാത്ര തിരിക്കുകയാണ്. സ്വിറ്റ്സർലൻഡിൽ എങ്ങോട്ടാണ് പോണേ? ഇന്റർലാക്കൻ എന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര. യെസ്, ഇവിടുന്ന് 650 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഏകദേശം 7 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. സോ ഓക്കെ, ഒന്ന് ടേൺ ചെയ്താൽ ഇന്നത്തെ നമ്മുടെ സാരഥി റെജിയാണ്. ഇന്നത്തെ നമ്മുടെ വണ്ടി ഓടിക്കുന്നത് നമ്മുടെ റെജി സാറാണ്. ഈ സമയം പോലും രാവിലെ 6 മണി കഴിഞ്ഞു സമയമാണ്. വഴിയിലൊക്കെ നല്ല തിരക്കാണ്. തിരക്ക് ഇല്ല എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഏർലി മോർണിംഗ് ഇറങ്ങിയത്. പക്ഷേ വെളുപ്പിനെ പോയാലും ഉച്ചയ്ക്ക് പോയാലും വൈകിട്ട് പോയാലും സെയിം ട്രാഫിക് ഇല്ല. നല്ല റണ്ണിങ് കണ്ടീഷനാണ്. റോഡ് മുഴുവൻ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ഓൾറൈറ്റ്, ഓക്കെ, അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. താങ്ക് യു, ബൈ ബൈ നൗ. മലയാളി സൈലായിക്കോട്ടെ. അപ്പൊ നിങ്ങൾക്ക് സ്വിസ് ഹൗസസിന്റെ ഈ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടോ? ഇപ്പൊ നമ്മള് ഗ്രിൻഡൽവാൾഡിന്റെ ടോപ്പിലാട്ടോ. നമ്മള് റെയിൽവേ സ്റ്റേഷൻ തൊട്ട് താഴെയാണ്. അതിന്റെ മേലേക്കാണ് ഒരു ഈഗർ എക്സ്പ്രസ്, അങ്ങനെയാണ് ഒരു ട്രെയിനിന്റെ പേര്. അവിടെ വരെ കയറിപ്പോവും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിന്റെ മേലേക്ക് വേറൊരു ട്രെയിൻ കയറണം. അപ്പൊ നമ്മൾ ടോപ്പ് ഓഫ് യൂറോപ്പ് എത്തും. അത് ഏതാണ്ട് ഒരു 3500-4000 മീറ്റർ ഉയരത്തിലാണ്. ഇതൊക്കെ മലയാണ്. പക്ഷെ ഇവിടേക്ക് ട്രെയിൻ കയറി വരണുണ്ടല്ലോ. ട്രെയിൻ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്ക് അതിന്റെ നടുക്ക് ഒരു പൽച്ചക്കറുണ്ട്, പിടിച്ച് കയറി. അത് തന്നെ പരിപാടി. വീടൊക്കെ തടികൊണ്ട് പണിതൊരു വളരെ ആകർഷണമാണ്. അതെ. നമ്മൾ വിചാരിക്കും തണുപ്പത്ത് എങ്ങനെയാണ്, പക്ഷെ ഇതിനകത്ത് സെറ്റപ്പ് വേറെ ഉണ്ട്. അകത്ത് ഹീറ്റിംഗ് എല്ലാ പരിപാടിയുണ്ട്. ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ വിറക് വെച്ച് ഡബിൾ ഇൻസുലേഷൻ ഈ മരത്തിന് അങ്ങനെ തണുപ്പ് പിടിക്കില്ലല്ലോ. പിന്നെ അകത്ത് ഇൻസുലേഷൻ കാണുമ്പോൾ സെപ്പറേറ്റ്. അതെ. വൈപ്പർ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നമ്മൾ പറയില്ലേ, ആയിരേഷണറി കല്ലുള്ളത് കിട്ടുമ്പോ ഒന്ന് സൂക്ഷിച്ച് കടിക്കണം. ഇവരെ കാണുമ്പോ ഇങ്ങനെ ഇരുന്നു പതുക്കെ ഇവിടെ ഒരു പുതിയ കൺസ്ട്രക്ഷൻ കണ്ടോ? ഇത് മരം വെച്ച് തന്നെയല്ലേ? എത്ര വിലയുണ്ടത്? എന്തിനാണ് ഇത്രയും നല്ലത് ചിന്തിക്കൂ. ഇതിനകത്തൊക്കെ എത്ര റൂം ഉണ്ടെന്ന് നോക്കി. 17 മുറി. 16 ബാത്റൂം. താമസിക്കാനൊരു മുറി കിട്ടുമോ? അതാണ് ഇല്ലാത്തത്. 17 മുറി പലയിടത്തും ഉണ്ട്. പ്രയോജനമില്ല, നമുക്ക് താമസിക്കാൻ നാവിഗേഷൻ. ഗ്രിൻഡൽവാൾഡിലേക്കുള്ള ട്രെയിനായി പോണത്. ഈ ലോക്കൽസിന്റെ ഇംഗ്ലീഷ് എങ്ങനെയാ അറിയാം? അവർക്ക് ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം കേട്ടോ. സംസാരിക്കാൻ ഇഷ്ടമല്ലോ. ഇല്ല അവരുടെ ഭാഷയാണ് അവർക്ക് ഇഷ്ടം. അത് ഫ്രാൻസിലേക്ക് കടന്നാലും
ജർമ്മനിക്ക് പോയാലും ഇവിടെ വന്നാലും അവര് നമ്മളോട് തിരിച്ച് അവര് പറയാനായിട്ട് താല്പര്യം. ചോദിക്കുമ്പോഴേ ഇംഗ്ലീഷ് അറിയാതിരിക്കും കൈകൊണ്ട് കാണിച്ചു കുറച്ച് അപ്പൊ നിങ്ങക്ക് വല്ല പിടിയുണ്ടോ വന്നേക്കണ സ്ഥലം ഏതാന്ന്? ഗ്രിൻഡൽ വാൾ. ഇവിടെ നിന്നാണ് ജങ്ഫ്രു ടോപ്പ് ഓഫ് യൂറോപ്പിലേക്ക് പോണത്. നിങ്ങൾ അതിന്റെ അടിയിലെത്തി. വണ്ടി അവിടെ കാറ് പോകാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് അത്. സമ്മറിലാ. ഓക്കെ.
പറഞ്ഞോളൂ, എവിടെയാണ്, എവിടെ എത്തി നിങ്ങളുടെ ഡ്രൈവ്? ഞങ്ങൾ സ്വിറ്റ്സർലൻഡിലെ ഇന്റർലാക്കൻ എന്ന കൊച്ചു ഗ്രാമത്തിൽ എത്തിയിരിക്കുകയാണ്. മഴ കാരണം അധികം സൈറ്റ് സീയിങ്ങിന് പോകാൻ പറ്റിയില്ല. പക്ഷെ നാളെ ഞങ്ങൾ ഇതിന് പകരം വീട്ടും. നാളെ ഞങ്ങൾ ടെന്റ് അടിക്കും. ഞങ്ങൾ ബീച്ച്, ഞങ്ങൾ ലേക്കിൽ കുളിക്കും, ചൂണ്ടയിട്ട് മീൻ പിടിക്കും. ആ മീൻ പറത്തി ഞങ്ങൾ കഴിക്കും. നിങ്ങൾ സ്വിറ്റ്സർലൻഡിലെ ഇന്റർലാക്കലിലെ ത്വൺ ലേക്കിന്റെ തീരത്താണ് താമസിക്കണേ. ഞങ്ങൾ കുക്ക് ചെയ്യാണ്. ഓക്കെ. ആരാ ഇന്നത്തെ മെയിൻ ഷെഫ്? എല്ലാരും ഷെഫ്മാരാണ്. ഞാൻ ചുമ്മാ സഹായിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ലീഡ് കോക്കി. ഇന്നത്തെ സ്പെഷ്യൽ എന്നാണ് ചേട്ടായി? ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മോര് കറി, പിന്നെ നമ്മുടെ ടൂണ തോരൻ ഉണ്ടാക്കാൻ പോവാണ്. ടൂണ തോരൻ, അതുപോലെ ഇത് നല്ല കുത്തിരി ചോറ്, കുത്തിരി ചോറ് റെഡിയാണ്. തെക്കൻസിന്റെ കുത്തിരി ചോറ് വെച്ചിരിക്കുകയാണ്. അത് വെന്തു. പിന്നെ നമുക്ക് ടച്ചിങ് അച്ചാറുകളുണ്ട്. തെക്കൻസിന്റെ അച്ചാറ്, നിറപറ, നമ്മുടെ എന്നാ പറയുന്നത്, മാങ്ങാച്ചമ്മന്തി ഉണ്ട് കേട്ടോ. മാങ്ങാച്ചമ്മന്തി ഉണ്ട്. പിന്നെ എൻ്റെ വൈഫ് കൊടുത്തു വിട്ട നല്ല ചിക്കൻ്റെ അച്ചാറുണ്ട്. മരിയാസ് നല്ല ചെമ്മീൻ ചമ്മന്തി, അടിപൊളി ചെമ്മീൻ ചമ്മന്തി. അത് കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അവർക്കൊരു ഭയങ്കര മിസ്സിംഗ് ആയിരിക്കും. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ സാധനമാണ്. നമ്മളിത് കഴിക്കും. ഇന്ന് നമ്മുടെ ചോറിന്റെ കറികളൊക്കെയാണിത്. അത് മരിയയുടെ എന്താ അച്ചാർ? അത് ചെമ്മീൻ. ഓക്കെ ഓക്കെ, നാടൻ ചെമ്മീൻ അച്ചാർ. ഇനി മറ്റു വിഭവങ്ങളുണ്ട്. അതെല്ലാം ഞങ്ങൾ ഗ്രാജുവലി പതുക്കെ എടുക്കും. ഇതെല്ലാം വെളിയിൽ നിന്നായിരുന്നു. അപ്പം ഇന്നാണ് ഞങ്ങൾക്ക് ശരിക്കും കുക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയത്. ഇന്നത്തെ നോബി തന്ന ഫുഡോട് കൂടിയാണ് അതിന്റെ ഉദ്ഘാടനം, നാടൻ ഫുഡിന്റെ ഉദ്ഘാടനം. പിന്നെ ശകലം കറുപുറ കടു കിട്ടും. കടു അങ്ങോട്ട് പൊട്ടും, പൊട്ടപ്പെടാന്നങ്ങ് പൊട്ടും. പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മളിത് ഈ സംഭവം എടുക്കും. കുറച്ച് ഉള്ളിയും കുറച്ച് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് നമ്മൾ തോരൻ വെക്കാൻ പോവാണ്. അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ തോതിലുള്ള കുക്കിങ്ങുള്ളൂ. ഇന്ന് വലിയ കുക്കിങ്ങൊന്നുമില്ല. അല്പം താമസിച്ച് പോയതുകൊണ്ട് നമ്മൾ ചെറിയ തോതിൽ മാത്രം കുക്ക് ചെയ്യുന്നുള്ളൂ. അതാണ് പൊട്ടി ഉള്ളി അങ്ങ് ഇട്ടു. നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങളുണ്ടല്ലോ, നമ്മളൊരു ഈസി വേ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ആയിട്ടുള്ള കുക്കിംഗ് ഈസി വേ ആണെങ്കിൽ അപ്പൊ നിങ്ങൾ ഇന്ന് എവിടെയാ താമസിക്കണത്? ഏത് ടൈപ്പ് അക്കോമഡേഷനിലാണ്? ഇതൊരു കാരവാനാണ്. ഒരു കാരവാൻ ഇത് സ്റ്റാറ്റിക് കാരവാനാ. അപ്പൊ 4 പേർക്ക് സുഖമായിട്ട് ഇറങ്ങാം. 5 പേർക്ക് സുഖമായിട്ട് ഇറങ്ങാം. അഡീഷണൽ ബെഡ് ഉണ്ട്. അപ്പൊ 5-6 പേർക്ക് ഉറങ്ങാം. പിന്നെ സെൽഫ് കണ്ടെയ്ൻഡ് ഷവർ, ടോയ്ലറ്റ്. 5-6 പേരെ പറയുമ്പോ ചിലർക്ക് വലിയ സംശയം 4 പേർക്ക് ഉള്ളിൽ 4 പേർക്ക്. ലേഡീസ് ആർ നോട്ട് അലൗഡ്. പിന്നെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല അവിടെ. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്നിട്ട് തോരൻ, ചൂണ തോരൻ. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളുടെ ഡ്രൈവ് എങ്ങനെയുണ്ടായിരുന്നു ഈ 2 ദിവസത്തെ? ഞാൻ എന്റെ വണ്ടി ഓടിച്ചത്. ഓക്കെ. ഞാൻ സാബുവിനെ ഒട്ടും കുലുക്കാതെയാണ് വണ്ടി ഓടിച്ചോണ്ട് പോകുന്നത്. ആണോ? കുലുക്കിയാൽ പണിഷ്മെന്റ് ആണെന്ന് പറഞ്ഞു. ആണോ? നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എളിയ രീതിയിൽ ഡ്രൈവ് ചെയ്തു. റെജിയുടെ ഡ്രൈവിംഗ് സൂപ്പർ ആയിരുന്നു. റെജി ആദ്യമായിട്ടാണ് പാലിച്ച് വരുന്നത്. ആണോ? ഈ സൈഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നത്. ഓക്കെ. പക്ഷെ സൂപ്പറായിട്ട് റെജി വണ്ടി ഓടിച്ചു. എന്റെ ആ ഫ്രെയിം പാൻറ് ഇച്ചിരി സൈഡിലായിരിക്കും. അപ്പൊ എത്ര ടോൾ എടുത്തു നിങ്ങള് ഫ്രാൻസ് കിടക്കാനായിട്ട്? ഫ്രാൻസ് കിടക്കാനായിട്ട് ഇന്ന് 21 പൗണ്ടിന്റെ 21 യൂറോയുടെ ഒരു ടോൾ കൊടുത്തു. ഇന്നലെ 24. അപ്പൊ 50 യൂറോ ആയുള്ളൂ നിങ്ങൾക്ക് മൊത്തം. പിന്നെ 40 പൗണ്ട് മറ്റേ ടാക്സും. അത് സ്വിറ്റ്സർലൻഡിന്റെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് 50 യൂറോ ആയിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ക്ലാസ് 1 ആയിരുന്നോ നിങ്ങളുടെ ടോള്? അവിടെ എഴുതി കാണിക്കില്ലേ? ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 അങ്ങനെ? ക്ലാസ് 1 ആയിരുന്നിട്ടുണ്ട്.
കൂട്ടത്തിൽ ഏറ്റവും വലിയ കൊന്തയിട്ട ആരാണോ അവരെ പിടിക്കുക അതൊന്നും കുഴപ്പമില്ല. അത് വീഡിയോ എടുത്തിട്ട് അത് egg ബുർജി. ബാംഗ്ലൂർ സ്റ്റൈല് എഗ് ബുർജി. ചോദിക്കുമ്പോൾ പറയും. ഓക്കെ, അപ്പൊ ഷെഫുമാരൊന്ന് പറഞ്ഞ് എന്തൊക്കെ ഫേസ് കിട്ടിക്കോട്ടെ. ഇത് ചിക്കൻ കുറുമയാണ്, ചിക്കൻ അച്ചാറ്. ഇതും അത് ഇത് അങ്ങനെ. അപ്പൊ ഇത്രയും ഡിഷസ് ഒക്കെ കൂട്ടിയാണ് ഈ റൗണ്ട് ട്രിപ്പ്. എന്തൊക്കെയാണ് പരിപാടികൾ? ഇത് ആ രണ്ട് സമം. അത് ഇത് എഗ് പൊറിച്ച് നമ്മുടെ ജോളി പൊക്കി ഉണ്ടാക്കുകയാണ്. ഇതിപ്പോ കറി പറഞ്ഞോളൂ, ഓരോന്നിന്റെ പേരുകൾ പറഞ്ഞോളൂ, എന്തൊക്കെ കറികളാന്നുള്ളത്. ഞാനിപ്പോ എഗ് പൊറിച്ച് നമ്മുടെ ജോളിയുടെ എഗ് പൊറിച്ച് പിന്നെ മീൻ ജോളി തന്നെ മീനാ. ഇത് വൈറ്റ് ഫിഷ് ആണ്. വൈറ്റ് ഫിഷ് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട് ഈ സാധനം. കണ്ടോ, ഇതേപോലെ ഡ്രൈ ആയിട്ട്. ഇത് മോരുകറി, നമ്മളുണ്ടാക്കിയ മോരുകറിയാണ്. മോരുകറി 4 മിനിറ്റ് ആകുമ്പോൾ കട്ട് ചെയ്തോളെ, അല്ലെങ്കിൽ 3.5 മിനിറ്റ് ആകുമ്പോൾ കട്ട് ചെയ്തു. അങ്കമാലി മാങ്ങാക്കറി. ആ അത് തന്നെ. ഇത് കാന്താരി ചില്ലി മാംഗോ ചട്നി. നമ്മുടെ ഉപ്പുമാങ്ങ ഉപ്പുമാങ്ങ ചട്നിയാണ്. ഇത് കഴിച്ചാണ്ടല്ലോ എന്റെ പൊന്നെ. അമ്മ കിടക്കുമ്പോ മകള് കൂത്താളും. അമ്മ ഇത് മന്തോ ക്യാമറ സൂം ചെയ്ത് അതിനകത്തേക്ക്. ആ അതെ, കാന്താരി. അമ്മ കിടക്കുമ്പോ അമ്മ വറക്കുമ്പോ മകള് കൂത്താടും. ആരിലും കൂത്താടും. ഇതെന്റെ ഭാര്യ ഉണ്ടാക്കി തന്നുവിട്ട ചിക്കൻ അച്ചാറാണ്, നാടൻ ചിക്കൻ അച്ചാർ. ബിജു പി മാണിയുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ ദേശി സൂപ്പർ കുക്കാണ്. ഇങ്ങനെ നമ്മള് ചിക്കൻ അച്ചാർ ഇങ്ങനെ കൊടുക്കുക. അവള് പറഞ്ഞ എല്ലാവർക്കും 2 കഷ്ണം പറഞ്ഞ അങ്ങനെ കേട്ടോ. ദേശി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 2 കഷ്ണം എടുക്കാവുള്ളത്, കാരണം 2 കൂടുതലായ പിന്നെ തീർന്നു പോകുന്നു പറഞ്ഞു. ചിക്കനെ ഒരു അച്ചാറാക്കി നമ്മള് നഖം പോലും അച്ചാറാക്കുള്ളൂ. ചിക്കൻ്റെ നമ്മള് എന്തും അച്ചാർ ഇടുന്നതാണ് നമ്മള്. അങ്ങനെ നിങ്ങളുടെ ഇന്റർലാക്കലിലെ ഡിന്നറാണ്. ഇരിക്കുക അതിന്റെ സ്പൂൺ ഉണ്ട്. നമ്മള് അപ്പൊ ഇന്റർലാക്കലിലെ സൂപ്പർ ഡിന്നറാണ് ഈ കാണുന്നത്. എന്താ നിങ്ങളുടെ ട്രിപ്പിന്റെ പേര്? നമ്മള് പറഞ്ഞ പോലെ മരിയാസിന്റെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ട്, അതുകൊണ്ട് എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ സുഹൃത്തായ നമ്മുടെ ജോളി ഉണ്ടാക്കിയ അങ്കമാലി മാങ്ങാക്കറിയാണത്. അങ്കമാലി മൂവാറ്റുപുഴ ആണെങ്കിൽ പോലും അങ്കമാലി സ്റ്റൈലിൽ ഉണ്ടാക്കിയ മാങ്ങക്കറിയാണ്. അപ്പൊ അങ്ങനെ ബിഗ് റൗണ്ട് റോഡ് ട്രിപ്പ് ഇന്റർലാക്കലിന് വന്നേക്കാണ്. ഇത് ഞങ്ങള് യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത്. ഞങ്ങൾ ഇങ്ങനെ യാത്രയില് നമ്മുടെ ഫ്രണ്ടായ അല്ലെങ്കിൽ നമ്മുടെ വഴികാട്ടിയായ നമ്മുടെ നോബി ആൻഡ് ഫാമിലി ഒരു 8 മാസം മുന്നേ തടിയായിട്ട് അവന്റെ വേസ് പോകും. 8 മാസം മുന്നേ ഞങ്ങൾക്ക് മുന്നേ നാട്ടിൽ പോയി, ഇവര് ഫാമിലി ആയിട്ട് നാട്ടിൽ പോയി. അല്ല, ഒരു ചേട്ടൻ തന്നെ പോയത് അല്ലേ? ഫാമിലി പ്ലാൻ ചെയ്തെങ്കിലും പക്ഷെ പോയത് ചേട്ടൻ തന്നെയാണ് പോയത്. അപ്പം നോബി ആൻഡ് നോബിയുടെ ബ്രദർ ജോബി കൂടെയാണ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ അഡ്വൈസും. ഞങ്ങൾ എങ്ങനെ പോകണം, എവിടെ പോകണം, ഏത് വഴിയിൽ കൂടി ഏത് റൂട്ടിൽ കൂടെയാണ് പോകേണ്ടത്, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് നമുക്ക് എന്താ പറയുക ചെയ്യേണ്ടത്, എവിടൊക്കെ എന്തൊക്കെ സ്ട്രഗിൾ ഉണ്ടാകും, എല്ലാം ഞങ്ങൾക്ക് A to Z കാര്യങ്ങൾ ഞങ്ങളെ കാണിച്ചു തന്നതും ഞങ്ങളെ പഠിപ്പിച്ചു തന്നത് ഞങ്ങളുടെ വഴി വനാണ് അല്ലേ? വഴി നിർദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ നോബിയാണ്.
അപ്പം ബിഗ് താങ്ക് യു. ഓക്കെ. വളരെ അപ്പം ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റി. അതാണ് ഇത്രയും ദൂരം ഞങ്ങൾക്ക് എത്താൻ പറ്റുന്നതിന് വളരെ സിമ്പിൾ ആയിട്ട് എത്താൻ പറ്റിയത് നോബിയുടെ ഒറ്റ അഡ്രസ് കൊണ്ടാണ്. മാങ്ങ ഇട്ട മാങ്കോ കറി. മാങ്ങ ഇട്ട ബിഗ് റൗണ്ട് റോഡ് ട്രിപ്പ് എത്തി നിൽക്കുകയാണ്. അപ്പൊ അവരെ കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം.